എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നോക്കൂ, ഈ ചെടിയുടെ പൂവ് ഇത് ഞാൻ 2 മാസത്തിന് മുമ്പ് നിങ്ങളെ കാണിച്ച പൂവാണ് അല്ലേ. ഇതുവരെയും ഇത് വാടിയിട്ടുണ്ട്, കണ്ടോ. നോക്കൂ, നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ സാമൂഹ്യ ബോധത്തിൻ്റെയും നമ്മുടെ പ്രകൃതിയുടെയും ഒക്കെ വിളിച്ചറിയിക്കലാണ് പുഷ്പങ്ങൾ അല്ലേ. ഈ പുഷ്പങ്ങൾ നോക്കൂ, എത്ര ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ വിടർന്ന് ശോഭിച്ച് നിൽക്കുകയാണ്. ഇനി അവിടെ ഞാനൊരു മന്ദാരപ്പൂ കാണിക്കാം നിങ്ങളെ കേട്ടോ. മന്ദാരം നോക്കൂ, മന്ദാരം അവിടെ അങ്ങനെ വാടാതെ നിൽക്കുകയാണ്. എത്ര നാളായെന്നറിയോ ഈ മന്ദാരപ്പൂ നിങ്ങളെ ഞാൻ കാണിച്ചിട്ട്? ഏകദേശം 1 മാസമെങ്കിലും ആയല്ലേ. നോക്കൂ കേട്ടോ, ഈ മന്ദാരപ്പൂക്കൾ നോക്കൂ. പ്രകൃതിയെ നമ്മൾ നശിപ്പിച്ചില്ലെങ്കിൽ ഒരിക്കലും പ്രകൃതി ഒരു സമയമുണ്ട് അതിന്. അത് കഴിയാതെ അവയൊന്നും ഇവിടുന്ന് പോവുകയില്ല. എന്തും അങ്ങനെയാണല്ലേ മനുഷ്യനെയും. അപ്പോൾ ഞാൻ പൂക്കളെക്കുറിച്ച് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കാർപ്പറ്റ് നിറയെ തുണികളാണ് കേട്ടോ. ഈ മഴക്കാലത്ത് എല്ലായിടത്തും അങ്ങനെ ആയിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലേ. അപ്പോൾ ഞാനിത് പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രകൃതിയുമായിട്ടാണെങ്കിൽ അല്ലേ നമ്മൾ ജീവിക്കുന്നത്. എന്നും ഞാൻ പ്രകൃതിയുടെ കാര്യം പറയുമല്ലേ. നോക്കൂ, ഇതിന് ചെണ്ടുമല്ലിപ്പൂവെന്നും പറയും. പിന്നെ ചില സ്ഥലത്തൊക്കെ കൊങ്ങിണിപ്പൂവെന്നും പറയും. ഒരുപക്ഷേ ഒരു സംസ്കാരത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പേരായിരിക്കും. അവരൊക്കെ ഒരു വിഭാഗം ആൾക്കാർ ഇത് തലയിൽ ചൂടാറുമുണ്ട്, അമ്പലങ്ങൾ പൂജയ്ക്കെടുക്കാറുണ്ട്. അത്രയും മഹത്വമുള്ള പൂക്കളാണിതൊക്കെ. ഉണ്ടോ, കുങ്ങിണിപ്പൂവ് നമ്മുടെ പാട്ടുകളിലുമൊക്കെ ഉണ്ടല്ലേ. കൊന്നപ്പൂവേ കുങ്ങിണിപ്പൂവേ ഇന്നെന്നെ കണ്ടാൽ എന്തു തോന്നും കിങ്ങിണിപ്പൂവേ. കൊന്നപ്പൂവേ മണവാളൻ കൈകൊണ്ടു നുള്ളിയ കവിളത്തു മൈലാഞ്ചിയിട്ടതായി തോന്നുമോ കൊന്നപ്പൂവേ കുങ്ങിണിപ്പൂവേ ഇന്നെന്നെ കണ്ടാൽ എന്തു തോന്നും കിങ്ങിണിപ്പൂവേ. ഇഷ്ടപ്പെട്ടല്ലോ നിങ്ങൾക്കൊക്കെ ഈ കാഴ്ചകൾ? നിങ്ങൾക്ക് കണ്ണിനും കാതിനും കരളിനും കുളിർമയേകുന്ന സംഭവങ്ങളല്ലേ ഇതൊക്കെ. ഇനി കുറച്ച് ദിവസം കൂടെ ഇവർ കാണുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഒരുവിധം തന്നെ അവരും വാർദ്ധക്യം ബാധിച്ചു കണ്ടോ. ആദ്യം നിന്ന തേജസ്സും ഓജസ്സും ഒന്നുമില്ല അല്ലേ. അതാണ് പ്രകൃതിയുടെ നിയമം. ഈ പ്രകൃതി നിയമത്തിൽ പ്രകൃതിയോടുകൂടി നമുക്കും പ്രകൃതിയെ ആസ്വദിച്ച് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നവ ഭക്ഷിച്ച് ഒരു നല്ല ഭക്ഷ്യ സംസ്കാരവും ഒരു സാംസ്കാരിക തലവും ഒക്കെ നമുക്ക് വാർത്തെടുക്കാം അല്ലേ. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ നിർത്തട്ടെ. ടീച്ചർക്കിന്ന് രാവിലെ ചപ്പാത്തിയും കടലക്കറിയും ആയിരുന്നു കേട്ടോ. കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഞാനൊരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.